ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മഷ്റൂം മസാലയാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, നന്നായി കഴുകി വൃത്തിയാക്കിയ 200 ഗ്രാം മഷ്റൂം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഷ്റൂം മസാല തയ്യാറാക്കുന്നതിനായി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിനിടെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ നിറം മാറി ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. കൂണിൽ മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് അധികമായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. കൂണിലുള്ള വെള്ളം തന്നെ മതിയാകും. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റോളം ഇത് മൂടി വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് കുറച്ച് കുരുമുളകും മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ രുചികരമായ മഷ്റൂം മസാല റെഡി.